അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വളരെ സങ്കടത്തോടു കൂടിയാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കമന്റ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോ എങ്ങനെയുള്ളതാണ്, എന്താണ്, എങ്ങനെയൊക്കെ തിരുത്തപ്പെടേണ്ടതൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളാണ് പറയേണ്ടത്. അപ്പം നിങ്ങളത് കമന്റ് ചെയ്തൊന്ന് അറിയിക്കണം. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഈ കാര്യം ഉൾപ്പെടുത്തിയാൽ നന്നാകുമായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്കത് അത്രയും ഉപകാരമായിരുന്നു. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കമന്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന കമന്റ് വരുന്നില്ല. പ്രതീക്ഷിക്കുന്ന മീൻസ് ഞാൻ പ്രതീക്ഷിക്കുന്ന അത്രയും കമന്റ് വരുന്നില്ല. അപ്പൊ എന്റെ ഒരു ഞാൻ ഇടുന്ന വീഡിയോ എങ്ങനെയാണ് എന്നുള്ള കുറച്ച് കമന്റ് കൂടി വന്നിരുന്നെങ്കിൽ എനിക്ക് അതനുസരിച്ച് മുമ്പോട്ട് പോകാമായിരുന്നു. അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ സിബിനും നമ്മുടെ പൂജയും കിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന്. പൂജ കിറ്റ് ചെയ്യാനുള്ള കാരണം ബാക്ക് പെയിൻ ആണ്. പുള്ളിക്കാരത്തേക്ക് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ബാക്ക് പെയിൻ കാരണമാണ് പൂജ കിറ്റ് ചെയ്തത്. പക്ഷേ സിവിൻ കിറ്റ് ചെയ്തത് മാനസിക പിരിമുറുക്കാണ്. മാനസികമായിട്ട് പുള്ളി ആകെ തളർന്നു പോയ ഒരു അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ഒരാഴ്ച കടന്നുപോയത്. അപ്പോൾ അതെല്ലാവർക്കും കണ്ടതാണ്, എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ സിവിൻ കിറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പോലും വിചാരിച്ചില്ല. കാരണം അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു അവൻ. പക്ഷേ നിർഭാഗ്യവശാൽ അവൻ കിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. പക്ഷെ വേറൊന്നുമില്ല, മാനസിക പിരിമുറുക്കം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പുള്ളിക്കാരനോട് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. പക്ഷേ പുള്ളിക്കാരൻ ചെയ്തു. പക്ഷെ അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ചെയ്യുമെന്നുള്ളത്. കാരണം സിബിന് അവിടെ നിൽക്കേണ്ട ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് പുള്ളിക്കാരൻ അത് തിരിച്ചറിഞ്ഞില്ല. പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയില്ല. പുള്ളിക്ക് സപ്പോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയില്ല. പക്ഷെ പുള്ളി ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം സപ്പോർട്ടായിരുന്നു നമ്മുടെ പുറത്തുനിന്നും ആൾക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം കഴിഞ്ഞ ഒരു ആഴ്ചയിൽ ലാലേട്ടൻ വന്ന സിബിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. പവർ റൂമിൽ നിന്ന് മാറ്റി, പവർ ടീമിൽ നിന്ന് മാറ്റി, പവർ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പിന്നെ നോമിനേഷൻ, ഡയറക്ടർ നോമിനേഷൻ, ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ താങ്ങാൻ പറ്റിയില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പുള്ളി വലുതാക്കി അത് മൈൻഡിനെ കൂടുതൽ അപ്സെറ്റ് ആകുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. കാരണം മൈൻഡ് അങ്ങനെയൊക്കെ നോക്കുകയാണെന്ന് നമ്മുടെ ജിൻഡോനെ എന്തോരം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ. എന്നിട്ടും പുള്ളി കട്ടയ്ക്ക് നിന്ന് അത് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പുള്ളിക്ക് ഇപ്പോൾ ഫാൻസ് കൂടി, പുള്ളി ഭയങ്കര വേറെ ലെവൽ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു സിബിൻ ഫാനാണ്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ നിർത്തിപ്പൊരിച്ചതിന് ശേഷം ഞാൻ നല്ലൊരു സിബിൻ ഫാനായി വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പുള്ളി അകത്തില്ലല്ലോ. പുള്ളി അകത്തുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയാം, ഞാൻ ഇനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജിൻഡോയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എൻ്റെ പേഴ്സണലി ഞാൻ ജിൻഡോയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ വേറെ ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ആരും ഇങ്ങനെ പറയാറില്ല, ആരും തുറന്ന് പറയാറില്ല എന്താണെന്നുള്ളത്. പക്ഷേ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും ഞാൻ ജിൻഡോയെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല. ജിൻഡോ ചെയ്യുന്ന തെറ്റുകളും ഞാൻ പറയാറുണ്ട്. ജിൻഡോ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ചെയ്യുന്ന ഞാൻ തെറ്റുകൾ പറയാറ്. പക്ഷേ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ആരെയും പൊക്കിയോ താഴ്ത്തിയൊന്നും ഞാൻ സംസാരിക്കാറില്ല. എന്താണ് എനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറയും. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണോ അവരെ മാത്രമല്ല ഞാൻ പൊക്കി പറയുന്നത്, എല്ലാവരും പൊക്കി പറയും. അത് ആരൊക്കെ ബിഗ് ബോസ് വീട്ടിനകത്ത് നമുക്ക് നല്ലൊരു കണ്ടന്റ് തരുന്നു അവരെല്ലാം ഞാൻ പൊക്കി പറയും. ആരാണ് കണ്ടന്റ് മോശമാക്കി തരുന്നത് അവരെ ഞാൻ എടുത്ത് പറയും. ഓക്കെ, അപ്പം ഉറപ്പായിട്ട് ഇന്നലെ നാളെ സിബിൻ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പൂജയും ഒരുമിച്ചായിരിക്കും. പൂജയ്ക്ക് ഇച്ചിരി മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് പൂജയും വരാൻ അല്പം വൈകും. പക്ഷേ നമ്മുടെ സിബിൻ ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിഷമം ഉണ്ടാവും. കാരണം ഇത്രയ്ക്ക് മെന്റൽ സ്ട്രെങ്ത് കുറവുള്ള ആളായിരുന്നു സിബിൻ. കാരണം ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പോലും പുള്ളി വലുതാക്കി ഊതിയുറപ്പിച്ച് കൊണ്ടു നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പുള്ളിക്കാരന് അവിടത്തെ കപ്പടിക്കാനുള്ള യോഗമില്ല എന്ന് തന്നെ കരുതാം. അപ്പം ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ചെയ്യുമ്പോൾ എല്ലാവരും കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരണം. എൻ്റെ വീഡിയോ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് അരോചകരമായിട്ട് തോന്നുന്നത് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു തരണം. എന്നാൽ മാത്രമേ എനിക്ക് മാറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.